പിന്നെ പറയാം എന്ന് വിചാരിച്ചാൽ ഇരുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനൊരവസരം ബ്രദറ് യാദൃശ്യമായിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഇതിലേക്ക് കടക്കുവാണ് അടുത്ത ക്ലാസ്സിലേക്ക്. അപ്പോൾ പിന്നെ എന്നെ ആയിരിക്കും എൻ്റെ കാര്യമായിരിക്കും പറഞ്ഞത് ഞാനങ്ങ് വിചാരിച്ചു. അതാണ് ഞാൻ വേഗം ഏറ്റത്. എനിക്കിങ്ങനെ പ്രത്യേകമായിട്ട് എല്ലാവരും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ആനന്ദത്തിലാണ് ഞാനുള്ളത്. കാരണം വെച്ചാൽ ഇതിനെ തൊട്ട് കഴിഞ്ഞ വർഷം തന്നെ കൂടിയത് ബോബി ജോസ് ബ്രദറിൻ്റെ ക്ലാസ്സാണ്. അപ്പോൾ അത്തരം ക്ലാസ്സുകളാണ് മനസ്സിൻ്റെ ഒരു ആഗ്രഹവും. സത്യം പറഞ്ഞാൽ ഈ ഉറങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമുക്കൊന്നൊരു ഉറക്കമൊന്നിട്ട് വന്നുമില്ല. എങ്കിലും ഒരു എന്താ പറയുക, മൊത്തത്തിൽ ഈ ഓരോ കാര്യങ്ങൾ എടുത്ത് പറയുന്നതിനേക്കാളും കൂടുതൽ ഒരുപാട് ദൈവ അനുഗ്രഹം കർത്താവ് തന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് അതങ്ങനെ പറയേണ്ടതായിട്ടൊരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കാസർഗോഡ് നിന്നാണ് വന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് കൂട്ടത്തിൽ. ഞങ്ങൾ തോമസ് ബോർഡിൻ്റെ ധ്യാനമാണ് സുഹൃത്ത് പറഞ്ഞത്. ശരി എന്നാൽ പോയേക്കാം അപ്പം തന്നെ. അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തു അങ്ങനെ വന്നതാണ് വളരെ യാദൃശ്യമായിട്ട്. അപ്പോൾ ഇത്തരം ക്ലാസ്സുകൾ ഒരു ആനന്ദമായിട്ട് കേൾക്കുകയും അത് ജീവിതത്തിൽ ഇങ്ങനെ പടർത്താൻ ഒക്കെ ദൈവം അനുഗ്രഹിക്കും അല്ലെ അനുവദിക്കും. ഈ ക്ലാസ്സുകളിൻ്റെ പ്രത്യേക ഇപ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ സംശയങ്ങളും കാര്യങ്ങൾ ഇപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു സംശയവും ഇല്ല. ഇങ്ങനെ സത്യത്തിൽ ഈ കേൾക്കുന്ന കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ സൃഷ്ടിയാകുക എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ വലിയ വൻ കാര്യങ്ങളാണ്. അതുപോലെ കർത്താവിനോട് കൂടി പ്രാർത്ഥിക്കുക ഇങ്ങനെയൊക്കെ. ഇപ്പോൾ കർത്താവാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഞാനല്ല എന്നൊക്കെ പറയുന്നത് എല്ലാം പുതിയ കാര്യങ്ങളാണ്. വലിയ സൃഷ്ടിയാവുക എന്നുള്ളത് അതെല്ലാം അതിനോട് ചേർത്ത് വെക്കാനായിട്ട് വലിയൊരു ആനന്ദം. ഈ ആനന്ദത്തിലാണ് ഞാനുള്ളത്. ഈ ആനന്ദം ഒന്ന് പങ്കുവെക്കാം എന്ന് വിചാരിച്ചാണ്. ഞാൻ വിചാരിച്ച് ഞങ്ങളെ അറിയുന്ന ആരും കാണുകയില്ല ഇവിടെ നിന്ന്. പക്ഷേ കണ്ണൂർ ജില്ലയിൽ നിന്നൊരു സിസ്റ്റർ ഇവിടെ പിന്നെ കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവേ സിസ്റ്റർ ഇവിടെ കണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങളെ ആരും അറിയാം, കാസർഗോഡ് നിന്ന് ഇവിടെ വന്നാൽ പാലായിൽ വന്നാൽ ആരറിയാം, ആരും അറിയാൻ വഴിയില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഉണ്ട് പാലാവയലിനെ അറിയുന്നത്. ഞങ്ങൾ പാലാവയൽ എന്ന് പറയുന്ന ദേശത്താണ് താമസം. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ബ്രദറിൻ്റെ ക്ലാസ് വളരെ ആനന്ദകരമാണ്, ചിന്തനീയമാണ്. നമ്മുടെ സംശയങ്ങളിങ്ങനെ പിന്നീട് ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ പറയാൻ ഓർത്തിയതാണ്, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയോട് എടാ നീ എന്താ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1ലെന്ത് പഠിച്ചു 2ലെന്ത് അതൊന്നും അവനറിയത്തില്ല. പക്ഷേ അവൻ ആകത്തുകയിൽ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടാവും. അതാ കാലത്തിൻ്റെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ പത്രം വായിക്കാൻ, ബോർഡ് വായിക്കാൻ, ചില കാര്യങ്ങൾ അവനോട് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ പഠിച്ചു. എങ്കിലും അവൻ പ്രത്യേകമായിട്ട് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് ഇന്നത് പഠിച്ചെന്ന് പറയല. എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ ധ്യാനമല്ല ഇങ്ങനെ കേട്ട് വരുമ്പോൾ കൃത്യമായിട്ടൊരു കാര്യം പറയല. പക്ഷെ ആകെ തുകയിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, കർത്താവിനെക്കുറിച്ച്, കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ചൊരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് വലിയ സന്തോഷത്തിലാണ്. അതിൻ്റെ പൂർണ്ണതയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തിന് നന്ദി. ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല, വേറെ ആരോ വരാനുണ്ട്. ആരാന്നറിഞ്ഞൂടാ. ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ആദ്യമേ കയറി വന്നപ്പോൾ എനിക്ക് തോന്നി ഇനി മറ്റുള്ളവർക്ക് ചാൻസ് കൊടുക്കണം. എല്ലാ പ്രാവശ്യവും പറയാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് നീതിയല്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സ്വയം ഒഴിവാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ചിന്ത വന്നു കുറച്ച് നേരമായിട്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരു 6 മാസം മുമ്പ് എനിക്ക് കിട്ടിയ ചില ചിന്തകളും ഉൾക്കാഴ്ചകളും വെച്ചുകൊണ്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് വന്ന ഞങ്ങൾ 5 പേർ ഒന്നിച്ചാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ധ്യാന ടീമിൻ്റെ അകത്ത് ഞാൻ വന്ന് ഇങ്ങനെ കർത്താവിനെ കൂട്ടിച്ചേർത്തു. കാരണം അത്രമാത്രം ഒരു ആഗ്രഹവും തീഷ്ണതയും എന്തെന്നില്ലാത്തൊരു ആഗ്രഹം. അറിയാം, കാണുന്നവരോടൊക്കെ വചനം പറയുക, കാണുന്നവരോടൊക്കെ 1-to-1 പ്രീച്ചിങ്, ഇങ്ങനെ കാണുന്നവർക്കൊക്കെ ദൈവാനുഭവം ഇങ്ങനെ പങ്കുവയ്ക്കുന്ന ഒരു അനുഭവം. പക്ഷേ എനിക്ക് എന്നിരുന്നാലും ഞാൻ പൂർണ്ണമായിട്ടും ഒരു വിശുദ്ധിയുടെ അനുഭവത്തിലൊന്നും ആയിരുന്നില്ല. പലപ്പോഴും എന്നിരുന്നാലും എന്നെക്കൊണ്ട് നിരന്തരമായിട്ട് ഇങ്ങനെ പറയിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ വചനം പറയുന്നു, അറിയാതെ കുറേ 8-10 വചനങ്ങൾ എന്നെ കാണാതെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. അതൊക്കെ ഞാനിങ്ങനെ കാണുന്നവരോട് പറയും, അവരുടെ മേലത്തെ അനുഭവം ഉണ്ടാകുന്നു, അവരുടെ ശരീരത്തിൽ അനുഭവം ഉണ്ടാകും. ഇതൊക്കെ കണ്ടു, ഇതൊക്കെ ആയിരിക്കും ദൈവരാജ്യ അനുഭവം, ഇതായിരിക്കും രക്ഷ എന്നൊക്കെ ഞാൻ ഓർത്തുകൊണ്ട് നടന്നു. പക്ഷേ എൻ്റെ തീക്ഷ്ണമായ ആഗ്രഹം എൻ്റെ ഉള്ളിൽ കണ്ട ഈശോ എൻ്റെ വിശ്വാസം കണ്ടിട്ടാണെന്ന് ഞാൻ പറയും. ഇപ്പോൾ ഈ വിശ്വാസം കണ്ടിട്ട് അവൻ്റെ കരുണ എന്നിലേക്ക് കടന്നു വന്നിട്ട് വളരെ ഒരു 7 മാസക്കാലം ഞാൻ തൊടുപുഴയിൽ നിന്നുള്ള ആളെ, തൊടുപുഴയിൽ മുതലക്കുടത്ത് 7 മാസക്കാലം ഇവർ ആ താടിയുള്ള ബ്രദർ വന്ന് പറഞ്ഞില്ല നിങ്ങളുടെ അടുത്ത്, ഇദ്ദേഹം അവിടെ വന്ന് 7 മാസക്കാലമായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് വന്നതെന്ന് അറിയില്ലാതെ അവരിങ്ങനെ എന്തിനാ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നെന്ന് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഫാമിലി അപ്പസ്തോലേറ്റിൻ്റെ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചേച്ചി വിളിച്ച് പറഞ്ഞു, ബിജു ഇങ്ങനെ ഒരു ടീം വന്നിട്ടുണ്ട്, അവർ ധ്യാനത്തിലുണ്ട്, ബിജു വന്ന് കൂടാവോ? വന്ന് കൂടാതെ
ഞാൻ വളരെ താല്പര്യത്തോടെ ഇവിടെ ചെന്നു. പക്ഷേ എനിക്കൊന്നും അറിയുന്നില്ല, ഞാൻ പ്രീച്ചിങ് ഒന്നും നടത്താറില്ല, ഒന്നും ചെയ്യാറൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ ബ്രദറിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്തോ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു തീഷ്ണതയോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വായിന്ന് ഒരു വാക്ക് എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ബിജു അങ്ങനെയല്ല, ഇതിങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടു, നിരന്തരം എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞു. ഞാനിത് കേട്ട പാതി കേൾക്കാത്ത പാതി എൻ്റെ നെഞ്ച് കയറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി. നിരന്തരം വിശുദ്ധ കുർബാനയിൽ നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് അനവരതം, നിരന്തരം, സദാ, ഇങ്ങനെയുള്ള വാക്കിൽ ആ ഒരു വാക്കിന് പറയുന്നത് നിരന്തരമാണ് കർത്താവിനെ സ്തുതിക്കേണ്ടത്. എനിക്കൊരു ഗൈഡൻസ് ഇല്ലാതെ ഞാൻ നോക്കി നിൽക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം ആ വ്യക്തിനെ കണ്ണൂരിൽ നിന്ന് മുതലക്കുടത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു ധ്യാനം തുടങ്ങുന്നിടത്തേക്ക് എന്നെയും കൂടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് വിളിച്ചു. അവിടെ എത്തിച്ചു. ഇദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ നെഞ്ചിലേറ്റി വീട്ടിലോട്ട് പോയി. പിന്നെ എനിക്ക് പറയാനായിട്ട് ഇനി വാക്കുകളില്ല. ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹം അനുഭവിച്ചറിയാനായിട്ട് തുടങ്ങിയത്, പൂർണ്ണമായിട്ട് അനുഭവിച്ചറിയാൻ തുടങ്ങിയത് ആ നാളുകളിൽ, അതിനുശേഷമുള്ള ദിവസങ്ങളിൽ. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു, കുറെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ബിജുവിൽ എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി എന്തോ ഒരു പദ്ധതിയുണ്ട്. ഞാൻ ഈ നാളുകളിലെ കർത്താവിനെ വളരെ 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 ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത മേഖലകളിലൂടെ എല്ലാം കൊണ്ടുപോയി അവൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതനുസരിച്ച് അവൻ എന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന അതേ കാര്യങ്ങൾ തന്നെ എനിക്ക് എവിടെ നിന്ന് കിട്ടും? പക്ഷെ ബ്രദറിൽ നിന്ന് കൂടുതലായിട്ട് കിട്ടുന്നില്ലായിരുന്നു. അദ്ദേഹം എനിക്ക്, പക്ഷെ ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു. പക്ഷേ നിരന്തരമായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവഹിതം എന്താണെന്ന് ഓരോ നിമിഷം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജ്ഞാനം വന്ന് നമ്മളിൽ നിറയുന്നൊരു അനുഭവമായിരുന്നു എനിക്കുണ്ടായത്. തീർച്ചയായിട്ടും ഈ ഒരു അനുഭവം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം എനിക്ക് കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ജ്ഞാനത്തിൻ്റെ തുടക്കം. അതുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു. എങ്ങനെ മനസ്സിലാകുന്നു? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുക. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങൾക്കും രോഗത്തിനും എല്ലാത്തിനും അവൻ പരിഹാരം ചെയ്ത് കഴിഞ്ഞു. ആ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഞാൻ എൻ്റെ പാപത്തെക്കുറിച്ച് ഞാൻ ഓർത്ത് വിഷമിക്കുന്നത്? അവനെല്ലാം പരിഹാരം ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇനി പാപത്തെ എന്ത് വിലയിരിക്കുന്നു? തീർച്ചയായിട്ടും ഈ ബോധ്യത്തിലൂടെ കടന്ന് പൂർണ്ണമായിട്ട് യേശുക്രിസ്തുവിന്റെ രക്ഷ, ഈ സത്യം തിരിച്ചറിയുന്നവന് ജ്ഞാനം തന്നെ കിട്ടും. യേശുക്രിസ്തു എനിക്ക് വേണ്ടി പാപം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന് ഇനി ചെയ്യാൻ പോകുന്ന പാപത്തിന് എല്ലാം അവൻ പരിഹാരം ചെയ്തു കഴിഞ്ഞതാ. അങ്ങനെയെങ്കിൽ ഈ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് നമുക്ക് രക്ഷ നേടിത്തരുവാനായിട്ട് അവൻ മനുഷ്യന്റെ രൂപത്തിൽ വന്ന് ഈ പാടുപീഠങ്ങളെല്ലാം ഈ കുരിശുമരണം ഏറ്റെടുത്ത് നടത്തിയെങ്കിൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി അവൻ ചെയ്തതാ. ആ സ്നേഹത്തിന് പ്രത്യുത്തരം നമുക്ക് കൊടുക്കാനായിട്ട് ഒന്നേ ഉള്ളൂ. അവൻ നമുക്ക് വേണ്ടി കഷ്ടതകൾ ഏറ്റെടുത്ത് അത്രമാത്രം കഷ്ടതകളോടുകൂടി നമ്മളെ നേടിയെങ്കിൽ, നമുക്ക് വേണ്ടി അവൻ ജീവൻ അർപ്പിച്ച് നമ്മളെ നേടിയെടുത്തെങ്കിൽ നമ്മളും അവന് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചേ പറ്റൂ. അങ്ങനെയുള്ളവന് മാത്രമേ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചറിയുവാൻ പറ്റൂ, ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ എന്നുള്ള വലിയ സത്യം തിരിച്ചറിഞ്ഞു. അത് ഈ തോമസ് ബ്രദർ നടത്തുന്ന ഈ ധ്യാനം, എനിക്ക് തോമസ് ബ്രദർ എന്ന് പറഞ്ഞാൽ ബ്രദറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആളെ TV-ൽ ഒരു പ്രാവശ്യം ഞാൻ കണ്ടതേ ഉള്ളൂ. പക്ഷെ നേരിട്ട് വന്നപ്പോഴാണ് ഇദ്ദേഹമാണോ തോമസ് പോൾ എന്ന് എൻ്റെ മനസ്സിൽ വന്നു. എന്തായാലും ദൈവത്തിൻ്റെ വലിയ കൃപ, സ്നേഹം എന്നിലേക്ക് കടന്നു വന്ന് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു. ഞാൻ പറയും, വ്യക്തിപരമായിട്ട് ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് പറയാം, ഈശോ മരിച്ചത് ലോകത്തിന് എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണെന്ന് പറയുമ്പോൾ ഞാൻ പറയണം, എനിക്ക് വേണ്ടി എൻ്റെ ഈശോ മരിച്ചു എന്ന് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം എൻ്റെ ഹൃദയത്തിൽ അനുഭവിച്ചാൽ മാത്രമേ എനിക്ക് എൻ്റെ ദൈവവുമായിട്ടുള്ള ഇൻറ്റിമസി ഉണ്ടാവുള്ളൂ. ഞാൻ ആദ്യമേ വന്ന് പറഞ്ഞില്ലേ ഇവിടെ വന്ന്, എനിക്ക് എന്താണ് നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് അനുഭവം കിട്ടി? ഞാൻ ഓടി വന്ന് പറഞ്ഞു, എൻ്റെ ഉള്ളിൽ വലിയൊരു കോളിളക്കം പോലെ, വേറെ ഒന്നുമല്ല, തിരമാല അടിക്കുന്നു. വലിയ കളർഫുള്ളായിട്ടുള്ള വലിയ ഒരു ഞാൻ പറഞ്ഞത് ഒരു ടണലിലൂടെ കടന്നു പോകുന്നതായിട്ട്, ഒരു ചുഴിയിലൂടെ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും തോമസ് പോൾ കേട്ടപ്പോൾ മനസ്സിലായി എന്താ കാര്യമെന്ന്. തീർച്ചയായിട്ടും എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ദൈവമുണ്ട്, ഇമ്മാനുവേൽ എന്ന ദൈവം, നമ്മുടെ കൂടെയുള്ള ദൈവം ഓരോ നിമിഷം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ ആത്മാവിനോട് ചേർന്ന് അവൻ അത്രമാത്രം നമ്മുടെ ഒട്ടിച്ചേർന്നിരിക്കുന്നു. ആ സ്നേഹം ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മാത്രം മതി, ആ നിമിഷം നമ്മൾ ഒന്നായി തീരും. അത്
നമ്മുടെ അതിന് ജ്ഞാനത്തിൻ്റെ തുടക്കം അതോടുകൂടി ആകും. പിന്നെ അവൻ പൂർണ്ണമായിട്ട് ജ്ഞാനം നമുക്ക് ഓരോ ദിവസവും അന്നു വേണ്ടുന്ന ആഹാരം നമുക്ക് തരുമെന്ന് പറഞ്ഞതുപോലെ ജ്ഞാനം നമുക്ക് ഓരോ ദിവസവും അവൻ തന്നുകൊണ്ടിരിക്കും. ഇതിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു സിസ്റ്റർ വരുന്നു. യെസ്, പ്ലീസ് കം.